വെൻ ബീയിങ് alone feels impossible. നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് കൂടെ ഒരാൾ വേണം, അല്ലെങ്കിൽ ആരെങ്കിലും വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടോ? ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറെ കുറിച്ച് നോക്കാം. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാളെ എപ്പോഴും വേട്ടയാടുന്ന ഒരു കാര്യമാണ് കൂടെയുള്ളവർ അവരെ വിട്ടിട്ട് പോകുമോ എന്നൊരു പേടി. ഒരു തരത്തിലും യോജിപ്പില്ലെങ്കിൽ കൂടി അടുത്തുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് അവർ എന്തിനോട് യോജിക്കുന്നതാണ്. താൻ കാരണം കൂടെയുള്ളവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ വാക്കിലും പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കും. DPD ഉള്ള പലരും സ്വയം ആശ്രയിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബീൻ നീഡി ഓർ ഡ്രമാറ്റിക്, ഇറ്റ്സ് അബൌട്ട് ഫിയർ, എ ഫിയർ ഓഫ് ബീൻ അബണ്ടന്റ്. ഇതൊരു ബലഹീനതയല്ല, പേടിയാണ്, സ്നേഹത്തിൻ്റെയും സുരക്ഷയുടെയും ആവശ്യമാണ്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ നമുക്ക് എങ്ങനെ മറികടക്കാം? തെറാപ്പി മുഖേന നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളിൽ തന്നെ സമാധാനം കണ്ടെത്താനും സാധിക്കും. ഇനിയെങ്കിലും എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കൂ. If this feels familiar, please know you are not alone. Asking for help is brave.